പട്ടി കടിക്കല്ലേ വീട്ടുകാര്, ഞങ്ങള് പട്ടാടി വിൽക്കണ പിള്ളാരാണ്. ഓണം വന്നോണം വന്നോണം വന്നേ, കരിയില മാടൻ വീട്ടിൽ വന്നേ. ഓണക്കോടി വാങ്ങണം, ഉപ്പേരി വാങ്ങണം, കരിയില മാടന് കാശ് വേണം. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം വാക്കാന് പോരാ, ഞങ്ങള് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കും. നല്ല പൈസ ഇതൊക്കെ ഓൺലൈനിൽ എടുത്തേ വാഴക്കച്ചിയൊക്കെ. 200 സന്തോഷമാണ്. ചെറിയ ആവശ്യങ്ങളുണ്ടാവും കേട്ടോ, തോന്നരുത്. എവിടോ വിരുന്നുണ്ടാൻ പോകുന്ന പരിപാടിയാണല്ലേ? പിന്നെ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോകണോ? അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. അല്ല ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തോട് കയറിയിട്ട് പോവാം. ഏതാ വീട്ടില്? അവിടെ കുറെ വിഗ്രഹങ്ങളുണ്ടല്ലോ. ഓണക്കരിയിലപ്പം വീട്ടിൽ വന്നേ. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടോ, ജയിക്കുന്നവർക്കാണ് എന്റെ വക 500 രൂപ സമ്മാനം. ഇനി അതിന്റെ പേരിൽ മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴക്കുണ്ടാവരുത്. എന്നാലേ എടാ ഒരു 500 രൂപ എടുക്ക്. എന്റെ മക ഒരു സമ്മാനം ജയിക്കുന്നവർക്ക് ഞാൻ കൊടുക്കണ്ടല്ലോ. തോക്കുന്നവർക്ക് ഞാൻ കൊടുക്കും. അതോളാം. ഓക്കെ നോക്കല്ലോ. ഇത് കാണടാ, അടിയന്മാരിൽ ആരൊക്കെയാണ് ശക്തി എന്ന് കണ്ടുപിടിക്കാനുള്ള പഞ്ചപിടുത്ത മത്സരമാണ്. അഭിനയം മതിയടാ, നിർത്ത്. നിങ്ങൾ ഇങ്ങനെ പോയ ജീവിതകാലം മുഴുവൻ ഈ മത്സരം തീരില്ല എനിക്ക് ഉറപ്പല്ലേ? ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ. അല്ലെങ്കിൽ കാര്യത്തോടെ അടുത്ത് കഴിഞ്ഞാൽ നിങ്ങളെ അളിയന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും തോൽക്കാൻ സമ്മതിക്കില്ലല്ലോ. ഇവൻ തോൽക്കാൻ നീ സമ്മതിക്കോ? നീ തോൽക്കാൻ സമ്മതിക്കോ? എന്തായാലും പിന്നെ സമ്മാനം വാക്ക് പാലിക്കല്ലോ. അതെ, അല്ല മത്സരം നടന്നില്ല. ഹാപ്പി ഓണം. കളി നടക്കട്ടെ. മതി എന്ന് ഓണമായിരുന്നെങ്കിൽ എല്ലാവർക്കും കൂടി ഒരു 500 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏത് അയ്യോ കൊള്ളാലത് എല്ലാ ദിവസം ഓണമായിരുന്നു. കൊള്ളാൻ സമ്മാന തുക കൊടുത്തിട്ടുണ്ട്. ശരി. അതെ അമ്മാവോ ലിറ്റോയ്, ഓണമൊക്കെ എന്താ പരിപാടികളെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇല്ല, അവർക്ക് ആ പരിപാടി ഞങ്ങൾ ഇല്ല. ഈ ഓണത്തിന് മദ്യപാനം ഞാനും ഇല്ല, ഞാൻ നിർത്തിയിരിക്കുക. ഞാൻ ചോദിച്ചല്ലേ ഓണമായിട്ട് നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചോദിച്ചത്. അല്ല ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഞാൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് ചീരത്തോട്ടത്ത് പോയി അവിടെ 1-2 ബംഗാളി പയ്യന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് എന്റെ അമ്മാവ് എന്നും ചീരത്തോട്ടത്തിലല്ലേ, ഇന്ന് ഇവിടെ കാണാൻ നിൽക്കേ. അല്ല ക്ലബിലെ എവിടെയൊക്കെ ഓണാഘോഷം നടക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ. പിള്ളേരെ കാണിക്കണം. നിങ്ങൾ എന്തൊരു മനുഷ്യരെ, നല്ലൊരു ഓണമായിട്ട് ഈ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളെല്ലാം കൊണ്ട് എവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്? അവരെ പങ്കെടുപ്പിച്ച് നമുക്ക് ഇവിടെ പരിപാടികൾ ചെയ്യാവുന്നേ. ക്ലബിൽ ഇവരെ കൊണ്ടുവന്ന് എന്തെങ്കിലും പരിപാടി നിങ്ങൾ പങ്കെടുപ്പിക്കൂ? ചുമ്മാ നോക്കിക്കാന്നല്ലാതെ നമുക്ക് ആഘോഷിക്കണം. കുഞ്ഞുങ്ങളും എല്ലാവരും വരട്ടെ, എല്ലാവരും കൂടെ നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. ഇവിടെ ഞാനേ നമ്മുടെ അൻസാറും നടരാജനും നമ്മളെല്ലാം കൂടെ ക്ലബിന്റെ ഈ പരിപാടി എന്റെ ക്ലീറ്റോ വേണ്ട, എല്ലാരും കൂടി ഇങ്ങോട്ട് വിളിക്കാം. പ്ലാൻ ചെയ്യോ? അപ്പൊ ഈ ഓണത്തിന് എന്താ പ്ലാൻ ചെയ്യാൻ പോണ? എന്താ നല്ല പരിപാടികൾ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ വടംവലി മത്സരം ചെയ്യാം, ചാക്കി കയറി ഓട്ടം ചെയ്യാം, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടിയിട്ട് പൊളിച്ചെടുക്കാം. അമ്മാവനെന്റെ കൂടെ നിന്നാ മതിക്കോ? അല്ലേ, തമ്പി മുന്നിൽ നിൽക്കണം, ഞാൻ കൂടെ ഒന്ന് സഹായിച്ചോളാം. ഞാനുണ്ട്. അപ്പൊ ഞാന് ഇവിടെ കൊണ്ട് അമ്പലം വരെ പോട്ടി ഓടിങ്ങി വരാം. അപ്പൊ ഊണ് കഴിഞ്ഞ് നമുക്ക് മത്സരങ്ങൾ തുടങ്ങാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ തന്നെ ഉഷാറാ അല്ലേ?
അമ്മയ്ക്ക് ഞാൻ കൊണ്ടുവന്ന ആ സെറ്റ് സാരി ഉടുത്താൽ മതിയായിരുന്നു. അതിന് ചേർന്ന ബ്ലൗസ് ഇല്ലായിരുന്നു. ഈ ബ്ലൗസ് അതിനിട്ടാൽ എന്തായിരുന്നു കുഴപ്പം? അയ്യ അത് മാച്ച് അല്ലായിരുന്നു ഇട്ടു. പിന്നെ ഇത് കുഴപ്പമില്ല. അമ്മേ ആ പിന്നെ പാലിന്റെ ഇത് ഇച്ചിരി ഒന്ന് കൂട്ടി വെച്ചേ ഗ്യാസ്. ഓ അങ്ങനെങ്കിലും ചേച്ചി ഒന്ന് അനങ്ങിയല്ല. എന്തിയടി? അതെന്താ ഞാനൊന്നും ചെയ്തില്ലേ? ഒന്നും ചെയ്ത് എടി എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഇനി പൈസ വെച്ച് ആ പപ്പടം ഒന്ന് പൊള്ളിച്ചാ പോരെ? അത് മാത്രം മതി. ഇനി അതും കൂടെ ഉള്ളു. ഇനി അതും കൂടെ ഉള്ളു പറഞ്ഞാൽ ഞാൻ ഇഷ്ടംപോലെ പണിയെടുത്ത്. ഇന്നലെ എന്താ പണിയെടുത്ത കാര്യം പറയല്ലേ, ഇന്നലെ പാതിരാത്രിക്കാ കയറി വന്നത്. അയ്യോ പാതിരാത്രിക്ക് കയറി വന്നിട്ട് ഇവിടെ പച്ചക്കറി വെച്ചിട്ട് പോയി. എനിക്ക് ക്ഷീണമെന്നും പറഞ്ഞ്. പിന്നെ ഞാൻ പറയണേ എന്തൊരു തുടങ്ങിക്കോ ഇനി, നല്ല ദിവസം. അതല്ല അമ്മ, എന്ത് വിശേഷം വന്നാലും നമ്മളിതേ അടുക്കളയിലായിരിക്കും. ഇപ്പോഴും കണ്ട സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. എല്ലാരും സാരി ഉടുത്തിട്ടല്ലേ വന്ന് നിൽക്കുന്നത്? അല്ല, ഇത് എന്ത് വിശേഷം വന്നാലും നമ്മൾ അടുക്കളത്തല്ലേ. ഞാൻ പറയണ അവരും അങ്ങനെയല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അടുത്ത വർഷം തൊട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം. എല്ലാരും പാഴ്സലാ വാങ്ങിക്കുന്നത്. സുൽച്ചേച്ചി തമ്മിച്ചുണ്ടൊക്കെ 2 ഊണ് വാങ്ങിച്ചു. നമുക്കൊരു 10 സദ്യ വാങ്ങിച്ചു കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്കും കഴിക്കാൻ രാത്രിയും കഴിക്കാം. അമ്മ പണ്ട് പറയുമായിരുന്നു, ഒരു ചൊല്ലുണ്ട്, 1-ാം ഓണം തിരിഞ്ഞും മറിഞ്ഞും, 2-ാം ഓണം തട്ടിയും മുട്ടിയും, 3-ാം ഓണം മുക്കിയും മൂളിയും, 4-ാം ഓണം നക്കിയും തൂറും. എന്തുവാ പറഞ്ഞേ? അങ്ങനെയാ. 1-ാം ഓണം തിരിഞ്ഞു മറിഞ്ഞു, അതായത് നമ്മള് 1-ാമത്തെ ഓണത്തിന് നല്ലോണം കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാതെ തിരിഞ്ഞു മറിഞ്ഞൊക്കെ തിന്നും. 2-ാം ഓണം തട്ടിയും മുട്ടി എന്ന് വെച്ചാ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് വലിയ കുഴപ്പമില്ലാതെ പോകും. 3-ാം ഓണം മുക്കിയും മൂളിയും അല്ലേ മേ? എന്ന് വെച്ചാ മുക്കിയും മൂളിയും അങ്ങ് ഒപ്പിക്കാം. 4-ാം ഓണം നക്കിയും നിർത്തി എല്ലാം അടിച്ചു അങ്ങ് വടിച്ച് നക്കി തിന്ന് കലം കഴുകി കമത്തും. അല്ല അതുമല്ല, ബാക്കി എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു വലിയ കലത്തിലോട്ട് ഒരു വലിയ അടുപ്പിലോട്ട് വെച്ചിട്ട് ഊമിയിട്ട് അങ്ങ് വെച്ചേക്കും. 5-ാം ഓണത്തിനും 6-ാം ഓണത്തിനും ആ കറി മതി നമുക്ക്. അത്ര നല്ല കറി. അല്ലാതെ തിരുവോണത്തിന് കുറച്ച് സദ്യ മേടിച്ചിട്ട് അന്ന് തന്നെ എല്ലാം തീർന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഇച്ചിരി പായസം കുടിക്കണമെന്ന് ഓർത്ത് എന്ത് ചെയ്യും? ഇപ്പൊ പിന്നെ ഉണ്ട്. ഇപ്പം ഓണവും ഇല്ല, സംക്രാന്തിയും ഇല്ല, ഒന്നുമില്ല. നേരം വെളുക്കുമ്പം തിരുവോണത്തിന്റെ അന്ന് കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി അങ്ങ് ഒരു പോക്കുണ്ട്. സത്യം, അന്നാണ് ടൂർ പോണത്. പണ്ടത്തെ വേറൊരു പഴഞ്ചൊല്ല് വെക്കണോ മക്കളെ? ഉത്രാട ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെ വെപ്രാളമാണ്. ഇങ്ങനെയൊന്നും അല്ല, നിങ്ങൾ വഴക്കൊന്നും കൂടണ്ട. എന്തോന്ന് ബഹളം. ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെ വെപ്രാളം. പെണ്ണുങ്ങൾക്ക് ഒരു വെപ്രാളമാണ് ഓണത്തിന്. പിന്നെ തേങ്ങ ചിരണ്ടല്, അത് ഇത് മറ്റത് വെപ്രാളായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ കിടന്ന് കാണിച്ചത് ഒറ്റയ്ക്ക്. അയ്യോ, ഇവളുടെ വർത്തമാനം കേട്ടാലുണ്ടല്ലോ എന്റെ പൊന്നെ, നാട്ടുകാർ കേട്ടപ്പോ ഞങ്ങള് തല്ലിക്കൊല്ലുമല്ലോ. സത്യം ഒക്കെ അവളെ ഉണ്ടാക്കി. അവരും ഇവരും ഒക്കെ അങ്ങനെ പോയും തിന്നിയൊക്കെ ചെയ്യും. നമ്മൾ കുടുംബത്തിൽ പറഞ്ഞവരും മര്യാദയായിട്ട് ഓണം തന്നെ ആഘോഷിക്കും. മതി, അമ്മയുടെ കൈ പൊള്ളിക്കണ്ടെങ്കിൽ മാറ്. ഒരു കൊട്ടയായി പൊള്ളിയോ? തൊട്ടാ കൈ പൊള്ളും. പൊള്ളിയാ? അല്ല, ചെറുതായിട്ട് ഞാൻ പറഞ്ഞത്. നോക്കട്ടെ, അതൊക്കെ വരും അങ്ങനെ. പാലൊക്കെ ഇട്ടുന്നു. പക്ഷെ അമ്മ അസുഖം. എന്റെ കൊച്ചു പിള്ളേർക്ക് വെപ്രാളം ഇത് തന്നെയാണ്. നോക്കിയാണ് പോലും ആരും ഇട്ടേക്കുന്ന കൊച്ചു 100% പ്രകൃതിദത്തവും ശാസ്ത്രീയവുമായി നിർമ്മിച്ച ഡോക്ടർ ഫുഡ് ന്യൂട്രി നാച്ചുറൽ ബനാന പൗഡർ നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം പ്രകൃതിയുടെ രുചിയും സുരക്ഷിതത്വവും. ഡോക്ടർ ഫുഡ് ന്യൂട്രി ബനാന പൗഡർ ഫ്രം ദ ഹൗസ് ഓഫ് ഡോക്ടർ ഫുഡ്. അപ്പൊ അമ്മാവാ, നമുക്ക് ഊണ് കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പരിപാടികളൊക്കെ ആരംഭിക്കാം. ഒരു 5 മണിയോട് കൂടി നമുക്ക് നിർത്തണം. അങ്ങനെ സെറ്റപ്പ് പോകണം. അപ്പൊ എല്ലാരെയും വിളിച്ച് സെറ്റപ്പ് ആക്കിക്കൊണ്ട് ഉണന്നാക്കണം. അപ്പൊ എങ്ങനെ നമുക്ക് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത്? തമ്പിയെ, നീ ഇങ്ങനെ ഒരു ഓണായിട്ട് ഇങ്ങനെ ഒരു മത്സരവും പരിപാടിയും സംഘടിപ്പിച്ചപ്പോ വീട്ടിലെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലിലാ അല്ലേ? സാധാരണ ഓണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആണുങ്ങൾ 2 അടിച്ചു വരും. ഓണസദ്യ കഴിഞ്ഞാൽ അവര് സൈഡാവും. പിള്ളേരൊക്കെ വല്ല ക്ലബിന്റെ പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും. പെണ്ണുങ്ങൾ വീട്ടിൽ അവിടെ കുറച്ചു നേരം കടന്നുറങ്ങും. ഇതിപ്പോ നീ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ വീട്ടിലെല്ലാവരും പരിചയക്കാരൊക്കെ പാടെ കൂടിയിട്ട് ഒരു ഓണാഘോഷം എന്ന് പറയുമ്പോൾ കൂട്ടുകുടുംബല്ലേ, അവിടെ ചേട്ടനിയന്മാരുണ്ട്, നമ്മളുണ്ട്, നാട്ടുകാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ വരും. ക്ലീറ്റോന്റെ പാർട്ടിയിലെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞോണ്ടോ? പിന്നെ അപ്പൊ നല്ല ആൾക്കാരായിരിക്കും ഇവിടെ. ഒരു കാര്യം എന്താ, നിന്റെ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ ഒപ്പം നിൽക്കുന്നത്. എനിക്ക് ഈ വക മത്സരം കളിയൊന്നും അറിയില്ല. നീയും മുമ്പിൽ നിന്ന് വേണ്ടതുപോലെ ചെയ്യാ, ഞാൻ എന്താ പിന്നിൽ ഇങ്ങനെ സഹായത്തിനുണ്ടാവും. ഞാനുണ്ട്, അതല്ല ഞാൻ വന്ന അഭിപ്രായം പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മളെന്താ, നമുക്ക് ആദ്യത്തെ പരിപാടികളെ ആദ്യം നമുക്ക്
ഈ സ്പൂൺ റേസ് എന്ന ഒരു പരിപാടിയുണ്ട്. സ്പൂണും കടിച്ചോണ്ട് ഓടുന്ന ഒരു പരിപാടിയുണ്ട്. സ്പൂൺ കടിച്ച് വെറുതെ ഓട്. വെറുതെ അല്ല, സ്പൂൺ കടിച്ചിട്ട് അതിനകത്ത് നാരങ്ങ വെക്കും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് 50 മീറ്റർ ഓടും. നാരങ്ങ താഴെ പോയാൽ തോറ്റു പോകും. നാരങ്ങ വെച്ചോണ്ട് ഓടി വര കടന്നാൽ ഇങ്ങനെ കടിച്ചു പിടിച്ചില്ല നാരങ്ങ കടിച്ചു പിടിച്ചു. അല്ല, അപ്പൊ ഇതിനൊക്കെ സമ്മാനം കൊടുക്കണ്ട നമ്മള്. സമ്മാനത്തിന്റെ കാര്യം എങ്ങനെ പറഞ്ഞു? ട്രോഫി ഒന്നും മേടിക്കാൻ സമയമില്ല നമുക്ക്. കുഴപ്പമില്ല, ജയിക്കുന്നവർക്ക് നമുക്ക് ക്യാഷ് അവാർഡ് കൊടുക്കാം. ഇനി എന്താ നമുക്ക് പരിപാടികൾ ചെയ്യേണ്ടത്? വേറെന്തോണ്ടല്ലോ, മറ്റേ ഈ പൊട്ടുകുത്തണ സുന്ദരിക്ക് പൊട്ടു. അത് നല്ല പരിപാടിയാണ്, കുട്ടികൾക്കൊക്കെ കളിക്കാലോ. കളിക്കാം. പിന്നെ മുട്ടായി വർക്കുണ്ട്. അത് സുന്ദരിക്ക് പൊട്ടുകുത്തലിടാം. സുന്ദരിക്ക് പൊട്ടുകുത്തല്. ഇത് ഏതൊക്കെ ആദ്യം ഇടണം, ഏതൊക്കെ രണ്ടാമത് ഇടണം ലിസ്റ്റ് നിങ്ങൾ പറയണം. അപ്പൊ 4ാമത്തെ മത്സരം സുന്ദരിക്ക് പൊട്ടുകുത്ത് വരെ നമ്മളായിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ഒരുവിധം എല്ലാ മത്സരങ്ങൾക്കും നമുക്ക് സംഘടിപ്പിക്കാം. അപ്പൊ ഓണസദ്യ നമ്മളങ്ങ് തുടങ്ങുന്നു. ഓക്കെ. പിന്നെ അറിയാലോ, എനിക്ക് വലിയ പരിചയമില്ല. തമ്പി വേണമെങ്കിലെന്ന് എല്ലാം ചെയ്യാൻ ഞാൻ കൂടെ നിൽക്കുള്ളൂ. ഞാനുണ്ടെന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കണ്ട. പരിചയക്കുറവുള്ളോണ്ട് പറഞ്ഞ. അപ്പൊ ശരി. അപ്പൊ ഞാൻ ഊണ് കഴിഞ്ഞു. ഊണ് ചെല്ലുക. അളിയ ആ ഇലയിൽ ആദ്യം ഇരിക്കണ കറി അളിയ ഒരുപാട് കഴിക്കണ്ട. ഇഞ്ചിയാ അത് ഒരുപാട് ഉണ്ട്. ഇനി അതുകൂടെ കഴിച്ചു വെറുതെ. വയറ് ഫുള്ള് നിറച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ശ്വാസം മുട്ടിയിരിക്കേണ്ട ഒരുപാട് മത്സരങ്ങളാണ്. മത്സരങ്ങളൊക്കെ നിങ്ങളാണ് നിങ്ങൾക്കല്ലേ? അല്ലല്ല, എല്ലാവരും പങ്കെടുക്കണം. ഈ പ്രാവശ്യം നിങ്ങൾ മാത്രം. കുടുംബ മത്സരവും. ഈ വർഷത്തെ ഓണം നമ്മളെല്ലാവരും ചേർന്ന് അടിച്ചു പൊളിച്ച് അങ്ങ് ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഓണാഘോഷ പരിപാടിക്ക് എല്ലാവരെയും സംഘടിപ്പിക്കാൻ ഞാനാണ് മുന്നിട്ട് നിന്നത്. എൻ്റെ ഒരു ഐഡിയയാണ് നിങ്ങളെല്ലാവരെയും കൊണ്ടുവന്നത്. നമ്മുടെ ഈ കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം നമ്മളെല്ലാം കൂടെ ചേർന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓണത്തെക്കുറിച്ച് ഒരു 2 വാക്ക് ഞാൻ സംസാരിച്ചതിന് ശേഷം നമുക്ക് കലാപരിപാടികളിലേക്ക് കടക്കാം. എന്തിന്? ഇത് പാർട്ടി മീറ്റിംഗ് ഒന്നല്ലത്, ഇത് ഓണാഘോഷ മത്സരങ്ങളാണ്. അതറിയാം. അത് എല്ലാം തമ്പീനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, തമ്പി തീരുമാനിക്കും, അതുപോലെ നടക്കും. എങ്ങനെയാണ്? അതെന്തിന് നീ ചോദിക്കണത്? നമ്മുടെ കൂട്ടത്തിൽ ആകെ ഉള്ള ഒരു കലാകാരനാരാ? തമ്പി പറഞ്ഞ പ്ലാൻ പ്രകാരമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ തമ്പി പറയും, അതുപോലെ കേട്ടാ മതി. ഒരു ചോദ്യം വേണ്ട. തമ്പി പറ. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയ കുറെ മത്സരങ്ങൾ ഞാൻ എഴുതി അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അവതരിപ്പിക്കാം, അടിച്ചു പൊളിക്കാം, എൻജോയ് ചെയ്യാം, ആഘോഷിച്ച് തീർക്കാം നമുക്ക്. അപ്പൊ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് നമുക്ക് സ്പൂണും കടിച്ചു പിടിച്ചുള്ള ഓട്ടം. അയ്യോ, സ്പൂണ് കടിച്ചു പിടിച്ചുള്ള മത്സരം ആദ്യം വേണ്ട. അല്ല, നാരങ്ങ വെച്ചിട്ട് കൊണ്ടുവന്നില്ല. ഇങ്ങനെ ഒരു തണുത്ത മട്ടുള്ള ഒരു മത്സരമല്ലേ? അല്ല, പതുക്കെ അത് വേണ്ട. ആദ്യം മത്സരം ഒന്ന് മാറ്റാം. നമുക്ക് ആദ്യം പെണ്ണുങ്ങളാണുങ്ങൾ എല്ലാവരും ഉള്ള മത്സരമാണ്. നമുക്ക് സുന്ദരിക്ക് പൊട്ടുതോട്ടിൽ തുടങ്ങും. അല്ല, അത് പിന്നീട് നമ്മൾ 3ാമതായി എഴുതി വെച്ചിരിക്കുന്നത്. എഴുതി വെച്ച പോലെ തന്നെ തുടങ്ങണം എന്നില്ലല്ലോ. അങ്ങനെ ഇപ്പൊ ഈ സ്പൂണ് കടിച്ചു പിടിക്കുന്ന 3ാമതായോണ്ട് കുഴപ്പമില്ല. പറഞ്ഞേ അതെ, ഇത് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് പ്ലാൻ ചെയ്ത സാധനമാണ്. അത് തമ്പി തന്നെ, ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ തന്നെ തെറ്റാണത്. ഞാനും കൂടി സമ്മതിച്ചിട്ട് ഞാനാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ചോണ്ടൊക്കെ ചെയ്യും. ഇവിടെ മത്സരം നടക്കണ്ടേ? വേണ്ടേ? അപ്പൊ നമുക്ക് സുന്ദരിക്ക് പൊട്ടുകൊടുത്തോണ്ട് എന്താ തമ്പി കുഴപ്പം? ആലോചിക്കൊന്നും വേണ്ട, അമ്മാവൻ പറഞ്ഞ പോലെ സുന്ദരി. അപ്പൊ നമ്മൾ ആദ്യം മത്സരം സുന്ദരിക്ക് പൊട്ടുകുത്തലാണ്. വിജയികൾക്ക് ട്രോഫി ഒന്നും മേടിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ക്യാഷ് അവാർഡാണ് കൊടുക്കുന്നത്. ഒരു മത്സരത്തിന് കനകൻ ക്യാഷ് പ്രൈസ് കൊടുത്താൽ അടുത്ത മത്സരത്തിന് ക്ലീറ്റോ ക്യാഷ് പ്രൈസ് കൊടുക്കും. പിന്നെ ഒരു പ്രത്യേക അറിയിപ്പ്, ഈ ഓണാഘോഷ മത്സരത്തിന്റെ അവസാന ഇനം വടംവലി മത്സരമാണ്. നേരത്തെ പറഞ്ഞല്ലോ, പെണ്ണുങ്ങൾ ഒരു ഭാഗത്തും ആണുങ്ങൾ വേറൊരു ഭാഗത്തും. പൊളിച്ച് സമ്മാനമായി കൊടുക്കുന്നത് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് ഞാൻ കൊണ്ടുവന്ന ഏത്തക്കൊലയാണ്. അപ്പൊ ആ മത്സരം ഉണ്ടായിരിക്കും, അതാരും മറക്കരുത്. അപ്പൊ ആദ്യം സുന്ദരിക്ക് പൊട്ടുകുത്തൽ. സുന്ദരിക്ക് പൊട്ടുകുത്ത് ആരംഭിക്കുന്നു. ഒന്ന് കൈയെടുത്ത് എല്ലാവരും ഒന്ന് കറങ്ങി. ഒരു കറക്കേ വേണ്ടായിരുന്നു.
എന്താ ചേച്ചി ഇത് മംഗല്യ പൊട്ട് വെക്കാനാ പറഞ്ഞു? അപ്പൊ അടുത്ത മത്സരാർത്ഥി പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ കനകന്റെയും പ്രശസ്ത നർത്തകി ലില്ലിക്കുട്ടിയുടെ മകളായ സയുമ്മയാണ്. സയുമ്മയ്ക്ക് നല്ലൊരു കൈയ്യടി. പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങൾ വരട്ടെ. അല്ല ഒരു പെണ്ണ് രണ്ടാണ് പെണ്ണാണ് അങ്ങനല്ലേ? നല്ലൊന്നും മത്സരിച്ചില്ലടാ. നല്ലൊരു ഞാൻ എനിക്ക് കുത്തായ കൊച്ചിനൊരു കൊടുങ്ങാവള കുടുംബത്തിൽ ഒരാൾ ചെയ്യട്ടെ. തമ്പി കെട്ടണ്ട. തമ്പി കെട്ടിയ ശരിയല്ലേ? ഞാൻ കെട്ടാം. അല്ല ഞാൻ കെട്ടി കൊടുക്കും. അല്ലല്ല ഞാൻ കെട്ടാം. അതെ മാമാ വിരോധമൊന്നും തീർക്കരുത്. അല്ല മത്സരം നിയന്ത്രിക്കുന്നത് ഞാനില്ല. കൊടുങ്ങാവളയുടെ അഭിമാനം, ഇരുചക്ര വാഹനങ്ങളുടെ മാന്ത്രിക മേസ്തിരി കൊടുങ്ങാവള റൊണാൾഡ്. അത് നീ മനപ്പൂർവ്വം ചെയ്യണടാ. തോന്നുന്നു. അടുത്തത് നമ്മുടെ നാടിന്റെ അഭിമാനമായ പൊതുപ്രവർത്തകൻ ലിറ്റോയിന്റെ പൊന്നോമന മകൾ ഇതാ പൊട്ടുകുത്താനെത്തുന്നു. തങ്കത്തിന്റെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യം ഇതാ പൊട്ടുകുത്താൻ പോണു. കണ്ണിക്കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടെന്ന് പറഞ്ഞാല് ഞാൻ കേട്ടില്ലേ? ഞാൻ ഇത് നടത്തുന്ന ആളല്ലേ ഞാൻ നടത്തിക്കൊള്ളാം. എനിക്കറിയാം നടത്താൻ. ചീരത്തോട്ടങ്ങളുടെ രാജാവ് ഗിരിരാജനിത. ക്ഷീരരാജൻ. 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 ഇതിലും മേലെ ആരെ പൊട്ടുകുത്താതെ എനിക്കൊന്ന് കാണണം. സാധാ കോൺസ്റ്റബിളായ കനകന്റെയും പ്രശസ്ത നർത്തകി ലില്ലിയുടെയും മൂത്ത പുത്രി നല്ലു. എന്താ ഒരാൾ കിട്ടല്ലേ? ഇതിനകത്ത് വലിയ ഞാൻ കെട്ടിക്കോളാം കേട്ടോ. അല്ല ഞാൻ ഇല്ല കേട്ട് ഞാൻ കെട്ടിക്കോളാം. മാറിക്കവിടുന്ന ഒരാൾ മതി. കാണാണ്ടോ? ഞാൻ ചെയ്തോളാതെ. ശരിയല്ല. കെട്ടിക്കൊടുക്കാൻ പറഞ്ഞില്ലേ? നിങ്ങൾ എന്റെ അടുത്ത് ഞാനാണ് നിയന്ത്രിക്കുന്നത് ഞാനാണ്. അപ്പൊ എന്റെ അടുത്ത് വരണം. എല്ലാവർക്കും നോക്കി കൊടുത്താൽ കെട്ടി ശരിയാവില്ല. സ്ത്രീകളെ കെട്ടണം, സ്ത്രീകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അല്ല തമ്പി അവിടെ നീങ്ങിയൊക്കെ ബഹളം വേണ്ട. സമാധാനത്തില് സന്തോഷത്തിന്റെ ഒരു ആഘോഷമാണ്. നീ എന്തിനു പൊട്ട് ഇവിടെ കൊടുക്കാൻ പറഞ്ഞു? നീ മാറിക്ക്. അല്ല പൊട്ട് അങ്ങോട്ട് മാറിക്ക് തമ്പി. ഇത് നീ പിടിച്ചാ പൊട്ടെടുത്താണ്. പൊട്ട് ഞാനല്ല. തമ്പി അങ്ങോട്ട് മാറിക്ക്. ഒരാളെ നിയന്ത്രിക്കുക. ഇത് തോന്നിയ പോലെ നിയന്ത്രിച്ച് കളിക്കാനുള്ളതല്ല. ഞാൻ പറയുന്ന പോലെ ഞാനാണ് കളി നിയന്ത്രിക്കുന്നത്. വാർഡ് മെമ്പർ ഇതാ പൊട്ടുകുത്താനായിട്ട് പോകുന്നു. വാർഡ് മെമ്പർ വേറെ ഏതോ വാർഡിലോട്ട് പോകുന്നു. നേരെ വാ. രാഷ്ട്രീയക്കാരുടെ കുഴപ്പം, അവർ കൈവിട്ടു പോകും. നിന്നിലാണ് എന്റെ മുഴുവൻ പ്രതീക്ഷ നിന്നിലാണ്. സമ്മാനം അടിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ വാർഡ് മെമ്പർ അൻസാരിക്കയും ഡിഡിറ്റിയുടെ സജീവ പ്രവർത്തക പുരുഷൻ തമ്മിലുള്ള അതിവാശിയേറിയ തലയിടൽ മത്സരം. നിങ്ങൾക്ക് തമ്മിൽ വാശിയുണ്ടെങ്കിൽ പാർട്ടി ഓഫീസ് പേടി കൂടി. ഇവിടെ മത്സരം ആരംഭിക്കാണ്. വാശിയടി 3 എന്ന് പറയുമ്പോ അടിക്ക്. 1 2 3. അത്രേ ഉള്ളൂ. അപ്പൊ രക്തവിലാസത്തിൽ നമ്മുടെ കുരുന്നകൾ തമ്മിലുള്ള തലയടി മത്സരം നടക്കാൻ പോവുകയാണ്. ഇതിൽ ജയിക്കുന്ന ഒരാള് അടുത്ത
ഓണാഘോഷം അടുത്ത ക്ലാസ്സിലേക്ക് വിടുന്നതാണ്. അയ്യോ എന്റെ മോള്, അയ്യോ എന്റെ പൊന്ന്, അയ്യോ എന്റെ മോള്, അയ്യോ അപ്പോ. നമ്മൾ രണ്ടും കൂടാണ് സാധനം പ്ലാൻ ചെയ്തത്. അപ്പൊ പറയുന്ന കൂട്ടത്തിൽ ഒഴിവാക്കുന്ന പോലെ ഒരു ഫീല് വരുന്നുണ്ട്. സാരമില്ല. അതെ, അത് തമ്പിക്ക് തോന്നണതാ. ഫസ്റ്റ് തമ്പി പ്രസംഗിക്കാൻ കയറിയ വഴിക്ക് തന്നെ ഒറ്റയ്ക്ക് തുടങ്ങിയ ഐഡിയ എന്നാ പറഞ്ഞത്. എന്റെ പേരപ്പൊ ഒഴിവാക്കിയതാണ്. ഞാൻ പറഞ്ഞ പോലെ കേട്ടാ അവൻ കയറുന്നില്ലേ? റൊണാൾഡോ കയറുന്നില്ലേ? അല്ല ഇവര് സമ്മതിച്ചു തരാൻ പറ്റില്ല. നടരാജന്റെ കാല് ഫുൾ ടൈം തറയലായിരുന്നു. നിങ്ങൾ കമ്പ് പൊക്കി കെട്ടണം സംഘാടകര്. ശരിയല്ല, കാലാണ് കുത്തിയിരിക്കുക. അത് ശരിയാണ്, നടപടിയാണ്. തമ്പിയണ്ണനാ ശരിക്കും കളിച്ചത്. അപ്പൊ ജയിച്ചവരും തോറ്റവരും എല്ലാം ഒന്നാം സമ്മാനത്തിന് അർഹരാണ്. അപ്പൊ അടുത്ത മത്സരത്തിലേക്ക് പോകാം. ഓണാഘോഷ പരിപാടിയിൽ അടുത്തത് വാശിയേറിയ ഉറിയടി മത്സരമാണ്. അല്ല, നമ്മള് സ്പൂൺ കടിച്ചോണ്ട് കൊടുത്ത അതാ പ്ലാൻ ചെയ്ത്. ഈ നേരം വഴിക്ക് നേരത്തെ ആ കളിയൊക്കെ ലേഖാവസ്ഥ കളിക്കാം നമുക്ക്. അല്ല, നമ്മൾ സ്പൂൺ കടി എഴുതി വെച്ചായിരുന്നു. എഴുതി വെച്ചൊന്നും വേണ്ട. ഇനി അത്ര നിർബന്ധമാണെങ്കിൽ സുലുവിന്റെ കൂടെ വീട്ടിൽ പോയിരുന്നു സ്പൂൺ കടിക്കും. പറയും നീ തിരക്കിക്കണ്ട്. അല്ല, നിങ്ങളെന്നാണ് കാണിക്കുന്നത്? എന്നോട് പറഞ്ഞ എന്താ അറിയോ, തമ്പി മുമ്പിൽ നിന്നാ മതി, ഞാൻ പുറകെ എന്നുള്ള എല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പുള്ളി മുമ്പിൽ ഞാൻ പുറകിൽ പോയിപ്പില്ല. പ്രായമുണ്ട്, അല്ലെങ്കിൽ കാല വരെ എല്ലാം അടിച്ചാൽ അടുത്ത ഓണത്തിനും നമ്മളുണ്ട് മാത്രം ഒരൊറ്റ ഓണത്തെ കൂട്ടണ്ട. ഊണ് കടി എല്ലാം നമ്മൾ തന്നെ അവർക്ക് ചെയ്യാം. നമുക്ക് പോകാം. വാ അവിടെ ശരി, തുടങ്ങാം. റെഡി. റെഡി ആയിട്ടില്ല. റെഡി, 1 2 3. അടുത്ത സൂഫിയാണ്. അതെ, സുബി, സുബി. എന്ത് പണിയാണ്? അങ്ങനെ ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ കുടുംബത്തിലെ ഒട്ടനവധി മത്സരങ്ങൾ എന്റെ നേതൃത്വത്തിൽ അതിമനോഹരമായി ഇവിടെ നടന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ ആഘോഷ പരിപാടികളുടെ അവസാന ഇനമായ വടംവലി മത്സരമാണ് എന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ വടംവലിയുടെ പ്രത്യേകത സ്ത്രീകൾ ഒരു ഭാഗത്തും പുരുഷന്മാർ ഒരു ഭാഗത്തുമാണ്. നമ്മുടെ തറവാട്ടിലെ സ്ത്രീകൾക്കാണോ ശക്തി, പുരുഷന്മാർക്കാണോ ശക്തി എന്ന് ഈ മത്സരത്തോടെ നമുക്കറിയാം. മത്സരം നിയന്ത്രിക്കുന്നതിനായി നമ്മുടെ വാർഡ് മെമ്പർ അൻസാറിനെ ക്ഷണിച്ചുകൊള്ളും. അപ്പം എല്ലാവരും ഈ വടംവലിയുടെ ഒരു നിയമം അറിഞ്ഞിരിക്കണം. അതായത് ഈ വരയിൽ വടം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വരയ്ക്ക് അപ്പുറം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ടാവും. നിങ്ങൾ അപ്പുറത്ത് പോകാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ചോണം. നിങ്ങൾ എത്ര പേരുണ്ട്? 1 2 3 4 5 6 7. 1 2 3 4 5 6. ഇവർ 6 വരെയുള്ളൂ, ഒരാൾ മാറണം. നിയമമാണ്. അത് പറ്റില്ല. നല്ല മാർക്കോ? സാറല്ല. എത്ര വലിയാണ്? 3? അല്ലല്ല, ഒരു കാര്യം പ്രത്യേകം പറയാൻ ശ്രദ്ധിക്കാണ്ട്, ഈ മത്സരം ഒരു റൗണ്ടേ ഉള്ളൂ, ഒറ്റ റൗണ്ടേ ഉള്ളൂ. സൂക്ഷിച്ചോണം. ഓക്കെ, 1 2 3.
പോയിട്ട് അങ്ങനെ സ്ത്രീ ജനങ്ങൾ വിജയിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അയ്യേ, ആണുങ്ങൾ വില കളഞ്ഞല്ല എല്ലാരും കൂടി. ഇതറിഞ്ഞില്ലെങ്കിൽ ഞാൻ അവരെ കൂടി നിൽക്കുമായിരുന്നു. വടംവലി മത്സരം ഉണ്ടല്ലോ, അതില് ഞങ്ങള് സ്ത്രീകൾ ജയിക്കണം. അതില് ഗിരിചേട്ടൻ വിട്ടു തന്നേ പറ്റൂ. അല്ലെങ്കിലേ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടതാ, അതോർക്കും. ഏട്ടാ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓണം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളതാ. എപ്പോഴും പറയണ പോലെ അല്ല ക്ലീറ്റോ, ഓണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ മതി. എന്നാൽ നമുക്ക് എന്താ സംഭവിച്ചത്? ഓണം കഴിഞ്ഞാലും ഒരുമിച്ച് ജീവിക്കണ്ടേ?